ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും അട്രാക്റ്റീവ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നതുമായ 3 ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. മോത്തിലാൽ ഒസ്വാൾ ഇന്ന് 2% ഇടിഞ്ഞ് 727 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 15.71, ഡിവിഡൻഡ് യീൽഡ് 0.5%, 52 വീക്ക് ലോ 210, 52 വീക്ക് ഹൈ 778. മോത്തിലാൽ ഒസ്വാൾ എന്ന സ്റ്റോക്ക് 52 ഹൈയിൽ നിന്നും പ്രൈസ് റിജക്ഷൻ നേരിട്ട് 725 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. മോത്തിലാൽ ഒസ്വാളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി മനസ്സിലാക്കാം. മോത്തിലാൽ ഒസ്വാളിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ മോത്തിലാൽ ഒസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1 ലക്ഷം കോടി കഴിഞ്ഞു. ഈ 1 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ പാസീവ് ആൻഡ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് സെക്ടർ 71,000 കോടി രൂപയുടെ കോൺട്രിബ്യൂഷനും, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് 14,500 കോടി രൂപയുടെ കോൺട്രിബ്യൂഷനും, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് 13,700 കോടി രൂപയുടെ കോൺട്രിബ്യൂഷനുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ കസ്റ്റമർ ബേസിൽ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായി. ടോട്ടൽ കസ്റ്റമർ 32 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുകയും കമ്പനിക്ക് 200ഓളം ലൊക്കേഷനിൽ പ്രസൻസ് ഉണ്ടാവുകയും ചെയ്തു. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സ്റ്റോക്ക് അതിൻ്റെ ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് ഒരുങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. 700 എന്ന ലെവലിൽ വന്ന ബ്രേക്കൗട്ടാണ് സ്റ്റോക്കിനെ 760 വരെ എത്തിച്ചത്. അതിനുശേഷം സ്റ്റോക്ക് 700 എന്ന സപ്പോർട്ട് പ്രൈസിലേക്ക് നീങ്ങുകയാണ്. 700-നടുത്ത് സപ്പോർട്ട് ലഭിച്ചതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുമ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തേത് നാരായണ ഹൃദയാലയ ലിമിറ്റഡ്. നാരായണ ഹൃദയാലയ 1,270 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1,444 രൂപ 52 വീക്ക് ഹൈ, 979 52 വീക്ക് ലോ. 25,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 31.97, ഡിവിഡൻഡ് യീൽഡ് 0.31%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സെയിൽസ് 1,305 കോടിയിൽ നിന്നും 1,341 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 1,279 കോടിയിൽ നിന്നും 1,341 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർത്താൻ സാധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 202 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ 184 കോടിയിൽ നിന്നും 202 കോടിയും ക്വാർട്ടർ ടു ക്വാർട്ടർ 191 കോടിയിൽ നിന്നും 202 കോടിയുമായി ഉയർന്നു. ROE 13.5, ROCE 26.5. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 365%, ROE 31%. 2,679 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 1,627 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 63.8% സ്റ്റേക്ക് ഹോൾഡിംഗ്, FASന് 10%, DASന് 8.2%, പബ്ലിക്കിന് 17.2%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. നാരായണ ഹൃദയാലയ എന്ന സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നതായിട്ട് മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1,300 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. 1,300-ന് മുകളിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുമ്പോൾ ഇവിടെ നിന്നും ബോക്സ് രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. പിന്നീട് സ്റ്റോക്ക് 1,400, 1,450 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. എൽക്കോൺ എഞ്ചിനീയറിംഗ് 615 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 715 52 വീക്ക് ഹൈ, 52 വീക്ക് ലോ 346. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.78, ഡിവിഡൻഡ് യീൽഡ് 0.24%. എൽക്കോൺ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി പവർ ട്രാൻസ്മിഷൻ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിൽ റീസെൻ്റ്ലി FASും DASും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. FASൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.5-ൽ നിന്നും 9.10-ലേക്കും DASൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.2-ൽ നിന്നും 2.5-ലേക്കും ഉയർന്നു. പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 30-ൽ നിന്നും 29%-ലേക്ക് ഇടിഞ്ഞു. പ്രൊമോട്ടേഴ്സിന് 89.2% സ്റ്റേക്ക് ഹോൾഡിംഗ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് 414 കോടിയിൽ നിന്നും 392 കോടിയിലേക്ക് ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ 24%-നടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 73 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കാണുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ 104 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 73 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. ഒന്ന്, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള അപ്വേർഡ് ട്രെൻഡ് ഫോർമേഷനാണ് സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേണിലും കാണുന്നത്. അതുകൊണ്ട് എൽക്കോൺ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ്. 550 സ്റ്റോക്കിൻ്റെ 600, 550 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും 680, 700 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്